സുഹൃത്തുക്കളെ, നിങ്ങൾ ഓരോ ദിവസവും ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ നിങ്ങളുടെ ബാങ്ക് ബാലൻസിനെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് വിചിത്രമായി തോന്നാം. പക്ഷേ മനുഷ്യന്റെ ജീവിതം രൂപപ്പെടുന്നത് അവൻ ചെയ്യുന്ന വലിയ പ്രവൃത്തികളിൽ മാത്രമല്ല, അവൻ ദിവസവും ആവർത്തിക്കുന്ന ചെറിയ വാക്കുകളിൽ കൂടിയാണ്. കാരണം വാക്കുകൾ ചിന്തയെ രൂപപ്പെടുത്തുന്നു, ചിന്ത വികാരത്തെ രൂപപ്പെടുത്തുന്നു, വികാരം പ്രവൃത്തിയെ രൂപപ്പെടുത്തുന്നു, പ്രവൃത്തി ഫലത്തെ രൂപപ്പെടുത്തുന്നു. അതായത് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ ഭാവിയുടെ ചെറിയ വിത്തുകളാണ്. പലരും ശ്രദ്ധിക്കാതെ പറയുന്ന ചില വാക്കുകളുണ്ട്. എനിക്ക് പണമില്ല, പണം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പണം എപ്പോഴും പോവുകയാണ്, എനിക്ക് ഭാഗ്യമില്ല. ഈ വാക്കുകൾ വെറും സംഭാഷണമല്ല, അവ മനോഭാവമാണ്. ആ മനോഭാവം ദിവസേന ആവർത്തിക്കുമ്പോൾ അതൊരു വിശ്വാസമായി മാറുന്നു. മനഃശാസ്ത്രത്തിൽ ഒരു സത്യമുണ്ട്: മനുഷ്യന്റെ തലച്ചോർ ആവർത്തിക്കുന്ന ചിന്തകളെ യാഥാർത്ഥ്യമായി സ്വീകരിക്കുന്നു. നിങ്ങളൊരു കാര്യം നിരന്തരം പറയുമ്പോൾ മനസ്സത് സത്യമാണെന്ന് കരുതാൻ തുടങ്ങും. പിന്നെ ആ വിശ്വാസത്തിന് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് വാക്കുകൾക്ക് ശക്തിയുള്ളത്. ഒരു വ്യക്തി സ്ഥിരമായി പണം നെഗറ്റീവായി സംസാരിക്കുമ്പോൾ, പണത്തെപ്പറ്റി നെഗറ്റീവ് സംസാരിക്കുമ്പോൾ, അവൻ്റെ മനസ്സ് പണം ഒരു പ്രശ്നമായിട്ട് കാണുന്നു. അപ്പോൾ അവൻ പണം സംബന്ധിച്ച അവസരങ്ങളെ പോലും സംശയത്തോടെ കാണും. അവൻ റിസ്ക് എടുക്കാൻ ഭയപ്പെടും. അവൻ വളർച്ചയെ ഒഴിവാക്കും. മറുവശത്ത് ചിലർ പണം കുറവായിരിക്കുമ്പോഴും പണത്തെക്കുറിച്ച് വ്യത്യസ്തമായി സംസാരിക്കും. എനിക്ക് പഠിക്കണം, എനിക്ക് വളരണം, എനിക്ക് പുതിയ അവസരങ്ങൾ വേണം. ഈ വാക്കുകൾ അവരുടെ മനസ്സിലൊരു സാധ്യതയുടെ ചിത്രം സൃഷ്ടിക്കുന്നു. ഭാഷ മാറ്റം ആദ്യം മനസ്സിൽ സൃഷ്ടിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർക്ക് ഒരേ വരുമാനത്തിൽ പോലും ജീവിതം മുന്നേറുന്നു. മറ്റുള്ളവർ അതേ വരുമാനത്തിൽ കുടുങ്ങിപ്പോകുന്നു. എന്തുകൊണ്ട്? അവർ പറയുന്ന വാക്കുകൾ വ്യത്യസ്തമാണ്. ഒരാൾ പരിഹാരത്തെപ്പറ്റി സംസാരിക്കുന്നു, മറ്റൊരാൾ പ്രശ്നത്തെപ്പറ്റി സംസാരിക്കുന്നു. പണം ഒരിക്കലും ശബ്ദം കേൾക്കുന്നില്ല, പക്ഷേ പണം പ്രവർത്തിക്കുന്ന മനസ്സ് രൂപപ്പെടുന്നത് നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങളിലൂടെയും നിങ്ങൾ പറയുന്ന വാക്കുകളിലൂടെയാണ്. ഒരു ചെറിയ ഉദാഹരണം നോക്കൂ. ഒരാൾ രാവിലെ എഴുന്നേറ്റ് പറഞ്ഞു, ഇന്ന് ഒന്നും നടക്കില്ല, ഇന്ന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവൻ്റെ മനസ്സ് ആ ദിവസം മുഴുവൻ പ്രതിരോധത്തിലായിരിക്കും. അവന് അവസരങ്ങൾ കാണാൻ കഴിയില്ല, അവൻ ആളുകളെ സംശയിക്കും, അവൻ മുന്നോട്ട് പോകില്ല. മറ്റൊരാൾ പറയുന്നു, ഇന്ന് ഞാൻ എന്തെങ്കിലും പഠിക്കും, ഇന്ന് ഞാനൊരു ചെറിയ മുന്നേറ്റം നടത്തും. ആ വാക്കുകൾ അവൻ്റെ മനസ്സിന് ഒരു തുറന്ന നിലപാട് സൃഷ്ടിക്കും. അവൻ കൂടുതൽ ശ്രദ്ധിക്കും, കൂടുതൽ ശ്രമിക്കും, കൂടുതൽ അവസരങ്ങൾ കാണും. രണ്ടുപേരുടെയും ദിവസം ഒരുപോലെ ആയിരിക്കും, പക്ഷേ ഫലം വ്യത്യസ്തമായിരിക്കും. കാരണം വാക്കുകൾ മനസ്സിൻ്റെ ദിശ മാറ്റുന്നു. ലോ ഓഫ് അട്രാക്ഷൻ എന്ന ആശയം പലരും അത്ഭുതകരമായി കാണുന്നു. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലളിതമായ മനഃശാസ്ത്ര സത്യമുണ്ട്. നിങ്ങൾ ആവർത്തിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയെ നിയന്ത്രിക്കുന്നു. ശ്രദ്ധ നിങ്ങളുടെ പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നു. പ്രവൃത്തി നിങ്ങളുടെ ഫലത്തെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ടാണ് പണത്തെക്കുറിച്ചുള്ള ഭാഷ മാറ്റുന്നത് പ്രധാനമാകുന്നത്. നിങ്ങളെപ്പോഴും കുറവിനെക്കുറിച്ച് സംസാരിച്ചാൽ നിങ്ങളുടെ മനസ്സ് കുറവിനെക്കുറിച്ച് മാത്രം കാണും. പക്ഷേ നിങ്ങൾ സാധ്യതയെക്കുറിച്ച് സംസാരിച്ചാൽ നിങ്ങളുടെ മനസ്സ് സാധ്യതയെ തേടും. വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലെ ലോകത്തിൻ്റെ പ്രോഗ്രാമിംഗ് ആണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കും. പക്ഷേ ആളുകൾ ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവർ ദിവസേന ഉപയോഗിക്കുന്ന ഭാഷ മാറ്റുന്നില്ല. അത് വലിയൊരു വിരോധാഭാസമാണ്. കാരണം പഴയ ഭാഷ ഉപയോഗിച്ച് പുതിയ ജീവിതം സൃഷ്ടിക്കാൻ കഴിയില്ല. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ ഭാവിയിലേക്ക് ഒരു സന്ദേശമാണ്. നിങ്ങൾ പറയുന്നത് ഞാൻ കുടുങ്ങിയിരിക്കുന്നു എന്നാണെങ്കിൽ മനസ്സ് കുടുങ്ങൽ തേടും. നിങ്ങൾ പറയുന്നത് ഞാൻ മുന്നോട്ട് പോകുന്നു എന്നാണെങ്കിൽ മനസ്സ് മുന്നേറ്റത്തിനുള്ള വഴികൾ തേടും. സാമ്പത്തിക വളർച്ച ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല. അതൊരു ചിന്താരീതിയുടെ ഫലമാണ്. ആ ചിന്താരീതി തുടങ്ങുന്നത് ഭാഷയിലാണ്. ഇന്ന് തന്നെ ഒരു ചെറിയ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. പണത്തെക്കുറിച്ച് നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കുക, അതിനെ മാറ്റുക. ശ്രദ്ധിച്ചതിന് ശേഷം മാറ്റുക, എഴുതുക. എനിക്ക് പഠിക്കാൻ കഴിയും, എനിക്ക് അവസരങ്ങൾ കണ്ടെത്താൻ കഴിയും, എനിക്ക് മെച്ചപ്പെടാൻ കഴിയും. ഈ മാറ്റം ചെറിയതായിരിക്കും, പക്ഷേ തലച്ചോറിൽ അത് വലിയ മാറ്റം സൃഷ്ടിക്കും. കാലക്രമേണ നിങ്ങൾ ശ്രദ്ധിക്കും, നിങ്ങളുടെ ചിന്തകൾ മാറുന്നു, നിങ്ങളുടെ തീരുമാനങ്ങൾ മാറുന്നു, നിങ്ങളുടെ അവസരങ്ങൾ ഓട്ടോമാറ്റിക്കലി മുൻപിൽ വരാൻ തുടങ്ങുന്നു. കാരണം നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഇന്ന് നിങ്ങൾ തടയില്ല, അവ നാളെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒടുവിൽ മനസ്സിലാകും, നിങ്ങളുടെ വരുമാനം നിയന്ത്രിക്കുന്ന പുറം ലോകമല്ല, നിങ്ങളുടെ ഉള്ളിലെ ഭാഷയാണ്. നിങ്ങളുടെ വാക്കുകൾ തന്നെയാണ് നിങ്ങളുടെ ഭാവിയുടെ നിശബ്ദ ശില്പികൾ. അതുകൊണ്ട് നിങ്ങളുടെ വാചകങ്ങളെ നിങ്ങൾ സ്ട്രക്ചർ ചെയ്യുക. സമ്പത്തിലേക്ക്, ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നിങ്ങൾ അതിനെ രൂപപ്പെടുത്തുക. നന്ദി.